എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധമധ്യായം 4 ശ്ലോകം 53, 54, 55, 56 4 ശ്ലോകങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ദുർവാസ മഹർഷി ആ സുദർശനം പിന്നാലെ വരുന്നുണ്ട്. അത് കണ്ടിട്ട് ഭയപ്പെട്ട് ജീവൻ തിരിച്ചു കിട്ടിയാൽ മതി എന്നുള്ള മട്ടിലാണ് ഓടുകയാണ്. എവിടെ പോയാലും അവിടെ എല്ലാം അദ്ദേഹത്തിന്റെ പിന്നാലെ സുദർശനം. ഭയപ്പെട്ട് ഓടിതാ ബ്രഹ്മാവിന്റെ അടുത്ത് വന്നിട്ട് അഭയം പ്രാപിക്കണു. ബ്രഹ്മാവിനോട് പറഞ്ഞു, എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ, ഈ സുദർശനം എന്റെ പിന്നാലെ വരണം, ഭഗവാനെ അവിടുന്ന് മാത്രമേ ആശ്രയമുള്ളൂ, രക്ഷിക്കണേ പറഞ്ഞിട്ട് ബ്രഹ്മാവിന് കാൽക്കൽ വീഴുമ്പോൾ ബ്രഹ്മാവ് മറുപടി പറയുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീബ്രഹ്മോവാച. സ്ഥാനം മദീയം സഹ വിശ്വമേതൽ ക്രീഡാവസാനേ ദിപരാർത്ഥ സംജ്ഞേ ഭ്രൂഭംഗമാത്രേണ ഹി സന്ധിദക്ഷോ കാലാത്മനോ യസ്യ തിരോ ഭവിഷ്യതി. ദിപരാർത്ഥ സംജ്ഞേ, ദിപരാർത്ഥം എന്ന സംജ്ഞയോടുകൂടിയ ക്രീഡാവസാനെ, ക്രീഡാവസാനത്തിൽ ഏതത് മദീയം സ്ഥാനം, ഈ എന്റെ സ്ഥാനം, സഹവിശ്വം വിശ്വത്തോടുകൂടി, സന്ധിദക്ഷോഹം ദഹിപ്പിക്കുവാൻ ഇച്ഛിക്കുന്ന, കാലാത്മനായസ്യ കാലസ്വരൂപനായ യാതൊരുവന്റെ ഭ്രൂഭംഗമാത്രേണ പുരികചലന മാത്രത്താൽ തിരോഭവിഷ്യതി തിരോധാനം ചെയ്യും. ബ്രഹ്മാവ് പറഞ്ഞു, മഹാപ്രഭുവായ ആ ശ്രീഹരിയുടെ തേജസ്സിൽ നിന്ന് അങ്ങയെ രക്ഷിക്കാൻ ഞാൻ സമർത്ഥനല്ല. എന്തുകൊണ്ടെന്നാൽ എന്റെ ഈ സ്ഥാനവും സർവ്വലോകവും ദിവരാർത്ഥം എന്നു പേരായ ഈ ക്രീഡാകാലത്തിന്റെ അവസാനത്തില് ഈ ലോകത്തെ മുഴുവനും ദഹിപ്പിക്കാൻ ഇച്ഛിക്കുന്ന കാലസ്വരൂപനായ ഭഗവാന്റെ പുരികക്കൊടികളുടെ ചലനം മാത്രം കൊണ്ട് നശിക്കുകയാണ്. പിന്നെ ഞാൻ എങ്ങനെയാണ് ആ ഭഗവാന്റെ സുദർശനത്തിൽ നിന്ന് അങ്ങയെ രക്ഷിക്കണത്? ഞാനെന്ന് മാത്രമല്ല, ആർക്കും അങ്ങയെ സുദർശന ചക്രത്തിന്റെ തേജസ്സിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല മഹർഷേ എന്ന് പറഞ്ഞു ബ്രഹ്മാവ്. പിന്നെ പറയണു, അഹം ഭവോ ദക്ഷ ഭൃഗു പ്രധാന പ്രജേശ ഭൂദേശ സുരേശ മുഖ്യ സർവേ വയം യന്നിയമം പ്രപന്ന മൂർത്തിനർപ്പിതം ലോകഹിതം വഹാമ. അഹം ഞാനും, ഭവ ശിവനും, ദക്ഷ ഭൃഗു പ്രധാനാഹ ദക്ഷൻ ഭൃഗു മുതലായവര് പ്രധാനന്മാരായിരിക്കുന്ന, പ്രജേശ ഭൂദേശ സുരേശ മുഖ്യാഹ പ്രജേശന്മാര്, ഭൂദേശന്മാര്, സുരേശന്മാര് മുതലായവരും, നിയമം യാതൊരുവന്റെ നിയമത്തെ, പ്രപന്നാഹ പ്രാപ്തന്മാരായിരിക്കുന്ന, സർവേ സർവന്മാരായ ഞങ്ങൾ, മൂർധിനി ശിരസിൽ, അർപ്പിതം വയ്ക്കപ്പെട്ടിരിക്കുന്ന, ലോകഹിതം ലോകഹിതത്തെ വഹാമ വഹിക്കുന്നു. ഞാൻ മാത്രല്ല അങ്ങയെ രക്ഷിക്കാൻ സമർത്ഥനല്ലാതെ ഇരിക്കുന്ന ആള്. ഇതര ദേവന്മാരാരും, ഒരു ദേവന്മാരും ആരും സമർത്ഥരല്ല എന്ന് പിന്നെയും വിസ്തരിച്ചു പറയണം. ഞാൻ, ശിവൻ, ദക്ഷൻ, ഭൃഗു മുതലായവര്, പ്രധാനികളായിരിക്കുന്ന മരീച്യാദി പ്രജാപതികളും, ഭൂതങ്ങളുടെ നാഥന്മാരായിരിക്കുന്ന ഏകാദശ രുദ്രന്മാരും, ദേവേന്ദ്രൻ പ്രധാനിയായിരിക്കുന്ന ദേവസമൂഹങ്ങളും, ഞങ്ങൾ എല്ലാവരും ആ ഭഗവാന്റെ ആജ്ഞയാകുന്ന നിയമത്തെ അനുസരിക്കുന്നവരാണ്. അങ്ങനെ ലോകഹിതമാകുന്ന ഭാരത്തെ ശിരസിൽ വഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ ഭഗവാന്റെ ഭക്തനെ ദ്രോഹിച്ച അങ്ങയെ രക്ഷിക്കാൻ ഞങ്ങൾ ആരും ശക്തരല്ല. ശ്രീശുക ഉവാച. പ്രത്യാഖ്യാതോ വിരിഞ്ചേന വിഷ്ണുചക്രോപതാവിത ദുർവാസാ ശരണം യാത ശർവം കൈലാസവാസിനം. വിരിഞ്ചേന ബ്രഹ്മാവിനാൽ പ്രത്യാഖ്യാത നിരാകരിക്കപ്പെട്ടും, വിഷ്ണുചക്രോപതാപിത വിഷ്ണു ചക്രത്താൽ ഉപതപിക്കപ്പെട്ടിരിക്കുന്ന ദുർവാസ ദുർവാസസ്, കൈലാസവാസിനം ശർവം കൈലാസവാസിയായ ശിവനെ ശരണം യാത ശരണം പ്രാപിച്ചു. അതാ ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞപ്പോ മഹാദേവന്റെ അടുത്തേക്ക് പോവാണ് ദുർവാസസ് മഹർഷി എന്നതാ ശ്രീശുക ബ്രഹ്മർഷി പറയണു പരീക്ഷിത്ത് മഹാരാജാവിനോട്. ഇങ്ങനെ ബ്രഹ്മാവ് പരിത്യജിച്ചപ്പോ ശ്രീ വിഷ്ണു ചക്ര തേജസ്സിനാൽ ദഹിക്കപ്പെടുന്ന ദുർവാസസ് കൈലാസത്തിൽ കൈലാസത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ വസിക്കുന്ന മഹാദേവനെ ശരണം പ്രാപിച്ചു. ശ്രീ രുദ്ര ഉവാച. വയം നതാത പ്രഭവാമ ഭൂമ്നി യസ്മിൻ പരേണ്യേപ്യജിജീവകോശാ ഭവന്തി കാലേ ന ഭവന്തി കീദൃശാ സഹസ്രശോ യത്ര
സർവത്ര വയം ഭ്രമാമ. യസ്മിൻ ഭൂമ്നി പരേ സർവവ്യാപിയായ യാതൊരു പരനിൽ ഈദൃശങ്ങളായ അജജീവകോശ ബ്രഹ്മാണ്ടങ്ങള് അന്യേ സഹസ്രശ അന്യങ്ങളായിട്ട് എത്രയോ അസംഖ്യങ്ങൾ കാലേ ഭവന്തി കാലത്തിൽ ഭവിക്കുന്നു, കാലേ ന ഭവന്തി കാലത്തിൽ ഇല്ലാതെയാകുന്നു, എത്ര യാതൊന്നിൽ വയം ഞങ്ങൾ ഭ്രമാമ ഭ്രമിക്കുന്നു, തസ്മിൻ ഭൂമ്നി ആ പരമാത്മാവിൽ വയം ഞങ്ങൾ ന പ്രഭവാമ ശക്തന്മാരല്ല. രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച ആ ദുർവാസസിനോട് മഹാദേവൻ അരുളി ചെയ്തു, ഹേ വത്സ, ഞങ്ങള് യാതൊരു ബ്രഹ്മാണ്ടത്തിൽ ചുറ്റിത്തിരിയുന്നുവോ ഇതുപോലുള്ള അനേകം അനന്ത ബ്രഹ്മാണ്ടങ്ങള് സൃഷ്ടികാലത്തില് ആ ഭഗവാനില് നിന്ന് ഉത്ഭവിക്കുന്നുണ്ട്. അങ്ങനെ സംഹാരകാലത്തിലെ യാതൊരുവനിൽ തന്നെ ആ ബ്രഹ്മാണ്ടങ്ങളെല്ലാം ലയിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ആ ഭഗവാന്റെ സങ്കല്പത്തിനെതിരായിട്ട് നടക്കാൻ ഞങ്ങൾ ശക്തരല്ല. അതുകൊണ്ട് തന്നെ ഈ അസ്ത്ര തേജസ്സിൽ നിന്ന് അങ്ങയെ രക്ഷിക്കാൻ ഞാൻ അശക്തനാണ്. മഹാദേവനും മറുപടി പറയുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ